1 കിലോ ബിരിയാണി വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആദ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി വന്നാൽ 300 ഗ്രാം സവാള, കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. സവാള ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ 200 ഗ്രാം തക്കാളി, 30 ഗ്രാം പച്ചമുളക് ചതച്ചത്, 30 ഗ്രാം വെളുത്തുള്ളി ചതച്ചത്, 30 ഗ്രാം ഇഞ്ചി ചതച്ചത്, കുറച്ച് മഞ്ഞൾപ്പൊടി. ഈ ഒരു ബിരിയാണിയുടെ ഹൈലൈറ്റും ബിരിയാണി ഉണ്ടാക്കുന്നവരുടെ കോൺഫിഡന്റും ആയിരിക്കും നമ്മുടെ ഈ സമദ് ബിരിയാണി മസാല. 1 ടേബിൾ സ്പൂൺ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. സമദ് ബിരിയാണി മസാല വേണ്ടവർ താഴെ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ഈ ഒരു ബിരിയാണിയിൽ നമ്മൾ വേറെ ഒരു മസാലയും ചേർക്കുന്നില്ല. 100 ഗ്രാം തൈര്. ഇനി മല്ലിയില, പുതിന, കറിവേപ്പില 3 കൂടി 50 ഗ്രാം. 1 കിലോ ചിക്കൻ. ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇടക്ക് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി മറ്റൊരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കറിവേപ്പില, ബേ ലീഫ്, ഏലക്ക, പട്ട, ഗ്രാമ്പൂ. ഇനി 1 മണിക്കൂറോളം നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. ആദ്യം റൈസ് ചെറുതായിട്ടൊന്നുണ്ട് വറുത്തെടുക്കുക. നമ്മൾ വറ്റിച്ചെടുക്കാൻ പോവാണ്. അപ്പൊ 1 പാട്ടക്ക് 1.5 പാട്ട വെള്ളം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ റൈസ് വറ്റിച്ചെടുത്തിട്ടുണ്ട്. മസാല ഒക്കെ നല്ല അടിപൊളിയായിട്ട് സംഭവം സെറ്റ് ആയിട്ടുണ്ട്. മേൽച്ചോറായിരിക്കും ഇതിന്റെ മസാലയിൽ അടിവശത്തായിട്ട് വരുന്നത്. ഈ മസാലിന്റെ മുകളിലായിട്ട് എല്ലാ സ്ഥലത്തും ഒരേപോലെ അങ്ങോട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പും കിസ്മിസും അതുപോലെ തന്നെ സവാളയും വറുത്ത് സെന്ററിൽ ഒരു ലെയർ ആയിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി റൈസ് ഇതിന്റെ ടോപ്പിൽ വീണ്ടും ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയില് പുതിനയിൽ മുകളിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ശേഷം ചെറുതായിട്ടൊരു ദമ്മിൽ അങ്ങനെ എടുക്കട്ടെ. ഓവർ മസാല കുത്തൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്.